ലോകകപ്പ് ഫുട്ബോളിൽ പന്ത് തട്ടുന്ന രാജ്യങ്ങളുടെ രാഷ്ട്രീയം പരിശോധിക്കുന്ന ഓഫ് സൈഡിൽ ഇത് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ബ്രസീലാണ്. ബ്രസീൽ എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷ സമീപനം സ്വീകരിക്കുന്ന രാജ്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബ്രസീൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ മഞ്ഞക്കുപ്പായം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ലുല ഡെസിൽവ, അദ്ദേഹത്തിന് മുമ്പ് പ്രസിഡൻ്റായ ജെയർ ബൊൾസനാരോ ആണ് ഈ മഞ്ഞക്കുപ്പായത്തെ കിഡ്നാപ്പ് ചെയ്തത് എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഈ മഞ്ഞക്കുപ്പായം ഉപയോഗിക്കുകയും അതൊരു രാഷ്ട്രീയ ചിഹ്നമായി ആ നിറത്തെ തൻ്റെ സ്വന്തം അധികാരത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയ തീവ്ര വലതുപക്ഷത്തുള്ള ജെയർ ബൊൾസനാരോയ്ക്ക് വേണ്ടി രംഗത്ത് വരുന്ന ചില കളിക്കാരെയും നമ്മൾ കണ്ടു. ഏതായിരുന്നാലും ഇതിൻ്റെ പേരിൽ ആ രാജ്യം വിഭജിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അജിംസിന് എന്താ തോന്നുന്നു? ഈ ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളുണ്ടല്ലോ കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് വലിയ തോതിലുള്ള ധ്രുവീകരണം, അതൊരു മതപരമായ ധ്രുവീകരണമാണ്. മുസ്ലിങ്ങൾക്കെതിരെ ഭൂരിപക്ഷ മതവിഭാഗമായ ഹിന്ദുക്കളെ തിരിക്കുക, അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, അതിന് തിരിക്കുക, അങ്ങനെ സ്പ്ലിറ്റ് ഉണ്ടാക്കുക, കാലുഷ്യം ഉണ്ടാക്കുക, സംഘർഷം ഉണ്ടാക്കുക, ആ സംഘർഷത്തിന് മേലൊരു രാഷ്ട്രീയം പണിയുക. ഏതാണ്ട് ഇതിൻ്റെ ഒരു വേറൊരു മാതൃകയാണ് ബ്രസീലുണ്ടായിട്ടുള്ളത്. അവിടെ മതപരമായ ഭിന്നതയല്ല, രാഷ്ട്രീയ ഭിന്നതയാണ്. പൊളിറ്റിക്കലി വലിയ തോതിൽ പോളറൈസ് ചെയ്യപ്പെട്ട ഒരു സമൂഹമായിട്ട് ബ്രസീൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഒരു വശത്ത് ഈ പറയുന്ന ജെയർ ബോൾസനാരോ പ്രതിനിധീകരിക്കുന്ന ഒരു വലതുപക്ഷം, മറുവശത്ത് ലുല ഡിസിൽവയുടെ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് ഐഡിയൽസോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് സ്ട്രക്ചറുള്ള ഇടതുപക്ഷ സമീപനം എന്ന് വേണമെങ്കിൽ പറയാൻ ലുല ഡിസിൽവയുടെ ബ്രോഡർ ലെഫ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ഈ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുന്നതിൽ ബ്രസീലിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തൊരു കാര്യം സോഷ്യൽ മീഡിയയാണ്. നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ ഏറ്റവും പെട്ടെന്ന് കത്തിപ്പെടുന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യയും ബ്രസീലും. അതിപ്പോൾ ഓർക്കുട്ട് വരുമ്പോൾ അന്ന് ഓർക്കുട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബ്രസീലുകാരായിരിക്കും. നമ്മൾ ഓർക്കുന്നത് എന്താ ഓർക്കുട്ടിൽ എന്തിനാണ് ബ്രസീൽ? ഫേസ്ബുക്ക് ഇന്ത്യയും ബ്രസീലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്രസീലുകാരുടെ തള്ളായിരുന്നു, വൻ തള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, ഈ എന്താണ് സോഷ്യൽ മീഡിയയോടുള്ളൊരു ഒരു അഡിക്ഷൻ, ഈ അഡിക്ഷൻ തന്നെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്നത് വേണമെങ്കിൽ പറയാം. നേരത്തെ അങ്ങനെ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ വേരോട്ടം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് വലിയ തോതിലുള്ള വേരോട്ടം ഉണ്ടാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് കാത്തലിക് ഭൂരിപക്ഷ രാജ്യമാണ് ബ്രസീൽ. അവിടെ ഈ സമീപകാലത്ത് പ്രത്യേകിച്ചും അത് അമേരിക്കൻ സ്വാധീനമാണെന്ന് പറയപ്പെടുന്നു, ഈ പ്രൊട്ടസ്റ്റന്റാനിസം വലിയ തോതിൽ വളരുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ മുമ്പ് അർജൻറ്റീനയെ പറ്റി സംസാരിച്ചപ്പോൾ അർജൻറ്റീനയിൽ നിന്നൊരു പോപ്പ് ഉണ്ടായിരുന്നല്ലോ, ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ അർജൻറ്റീന ഒരു സമയം തന്നെ യൂറോപ്യൻ മഹത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമായിരിക്കുമ്പോൾ തന്നെ മാർപ്പാപ്പ എന്തായിരുന്നു? മാർപ്പാപ്പ ഒരു ലെഫ്റ്റായിരുന്നു. ബ്രസീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസീലിൽ പ്രൊട്ടസ്റ്റന്റാനിസത്തിൻ്റെ വളർച്ച, അതാണ് യഥാർത്ഥത്തിൽ വലതുപക്ഷത്തെ വളർത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. പൊതുവെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മതം, പ്രധാനമായും കത്തോലിക്ക സഭ ഒരു ലെഫ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ലെഫ്റ്റിലാണ് അവരിപ്പോഴും ഈ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ വക്താക്കളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ വക്താക്കളായ കത്തോലിക്ക സഭയെ അതിജയിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റാന്റിസം ബ്രസീലിൽ വളർന്നു വരുന്നു. അതാണ് ഈ ബോൾസനാരോയെ പോലുള്ളവർക്ക് കൂടുതൽ ശക്തി പകരുന്നത്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ഇന്ന് ലോകത്തെ രാജ്യങ്ങളെടുത്തു കഴിഞ്ഞാൽ ആഗോളവേദിയിൽ തന്നെ ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണ് ബ്രസീൽ. അതുകൂടാതെ ബ്രിക്സ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സൗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്. അതിൽ തന്നെ ഒരു ലെഫ്റ്റ് ഉണ്ട്, അതിൽ ഇന്ത്യയൊക്കെ ഉണ്ട്. അതിലൊരു ലെഫ്റ്റ് പൊസിഷനുണ്ട്, അതിന് അമേരിക്കയ്ക്കെതിരായി നിൽക്കുന്ന ഒരു ലെഫ്റ്റ് പൊസിഷൻ അതിനുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് എന്താണ് ഇടത് എന്ന് കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം വരുന്ന ഒരു രാജ്യങ്ങളിലൊന്നായി ഇപ്പോഴും ബ്രസീൽ അവശേഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴും നമ്മൾ നേരത്തെ അർജൻറ്റീന ചർച്ച ചെയ്തപ്പോൾ മെസ്സി എവിടെയും രാഷ്ട്രീയത്തിലെവിടെയും നമുക്ക് കാണാൻ കഴിയാം. പക്ഷേ നെയ്മർ അങ്ങനെയല്ല. നെയ്മർ ഈ ബോൾസനാരോയ്ക്ക് വേണ്ടി സജീവമായി രംഗത്തിറങ്ങുകയും വോട്ട് ചോദിക്കുകയും ടിക്ടോക്കിലടക്കം സജീവമായി വീഡിയോ ഒക്കെ ഇടുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ, എന്നാൽ അപ്പുറത്ത് ഇടതുപക്ഷ സച്ചിൻ തെണ്ടുൽക്കറിന് ആരാധകരുണ്ട്. അതെ, അതേപോലെയാണ്. അപ്പോൾ ഈ ബ്രസീലിലൊരു ചരിത്രം ഉണ്ടല്ലോ, ഒരുപാട് ഈ പ്രത്യേകിച്ചും വംശീയതക്കെതിരെയും അവിടെ തന്നെയുള്ള ചില ആധിപത്യങ്ങൾക്കെതിരെയൊക്കെയുള്ള ഒരു പോരാട്ടം, അതൊക്കെ ഉയർന്നു വന്നതും അതിനും ഫുട്ബോളുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട്. അത് അതിനകത്ത് ശരിക്കും ആ ഒരു ചരിത്രം നോക്കുമ്പോൾ അർജൻറ്റീനയുടെ ചരിത്രമായിട്ട് സാമ്യം ബ്രസീലിനുണ്ട്. അർജൻറ്റീനയിൽ സാമ്യം എന്ന് പറഞ്ഞാൽ ഈ വംശീയമായിട്ടുള്ള ഇതിനെതിരായിട്ടുള്ള സമരങ്ങളുടെ ഇതെല്ലാം പറയുന്നത് പലതരത്തിലുള്ള ടർബുലൻസിലൂടെ വലിയ സങ്കീർണമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി സമൂഹം എന്നുള്ള നിലയ്ക്ക് തന്നെ കടന്നു പോകുക എന്നുള്ളത്
ബ്രസീലിനും സംഭവിച്ചിട്ടുണ്ട്. അതിലേറ്റവും അതിൽ ഈ പറയുന്ന ആഫ്രോ ബ്രസീലിയൻസ് എന്നോ അല്ല ആഫ്രിക്കൻ ഡിസെൻഡൻസ് എന്ന് പറയുന്ന ആ വിഭാഗം അവരുടെ അർജന്റീനയുടെ ആ, അതേ ചരിത്രമാണ് അവരുടേത്. അവിടെ സ്പെയിൻ ആയിരുന്നു, ഇവിടെ പോർച്ചുഗീസ്. പോർച്ചുഗീസാണ്. പക്ഷേ അർജൻറ്റീനയിലുള്ളത് ഈ ആഫ്രിക്കൻ വംശജരുടെ സാന്നിധ്യം അത് ബ്രസീലുള്ളതുപോലെ അർജൻറ്റീന ഇല്ലല്ലോ. അർജൻറ്റീന ഒരു പക്ഷേ ഇല്ലയെന്ന് തന്നെ പറയാം. അർജൻറ്റീന ഉണ്ട്. ഞാൻ അതാണ് ആദ്യം അത് ഇൻവിസിബിൾ ആയതായിരിക്കും. ഇൻവിസിബിൾ ആണ്. ഇവിടെ കുറച്ചുകൂടി വിസിബിൾ പക്ഷെ ആണ്. അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ ഒരു ആളുകളുടെ കണക്കെടുത്താൽ തന്നെ ഒരു 5% അർജന്റീനയിൽ കാണൂ എന്നുള്ളതാണ്. പക്ഷേ ബ്രസീലിൽ ഈ മിക്സ്ഡ് റൈസ് അധികം മിക്സ്ഡ് റൈസ് 50 കൂടുതലാണ്. ആഫ്രോ വംശജരും കൂടുതലുള്ള സ്ഥലമാണ്. ശരി. അതുകൊണ്ടാണ് അർജന്റീന ഒരു കളിക്കാരെടുത്താൽ ഈ കറുത്തവർക്കാരില്ല, പക്ഷേ ഇതിലൊരു 50%-ലധികം 55%-ലധികം ഉണ്ടെന്നാണ് അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള ഇത് പറയുന്നത്. അപ്പോൾ അവരുടെ ആ സമരങ്ങളും അവരുടെ ചെറുത്തുനിൽപ്പുകൾ, അവരുടെ സെറ്റിൽമെൻറ്റുകളാണ് വലിയ വലിയ നഗരങ്ങളിലെ ലോകത്തേറ്റവും കൂടുതൽ സ്ലമ്മുകളുള്ള രാജ്യം. ഇപ്പോഴും ലോകത്തേറ്റവും കൂടുതൽ ചേരികളും ചേരി നിവാസികളുള്ള കുപ്രസിദ്ധമായ ചേരികളുള്ള ക്രൈം സിൻഡിക്കേറ്റുകളുള്ള രാജ്യമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ബ്രസീലുമായി റിയോ ഡി ജനീറോ നമ്മൾ പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സിറ്റിയാണെന്ന പോലെ തന്നെ ധാരാവിയാണ്. ഒരു ധാരാവിയാണ്. അതിൽ ഗ്ലോബൽ ധാരാവി എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനത്തെ സ്ലമ്മുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇതാണ് കാർട്ടലുകൾ, സ്ലമ്മുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈവൻ ലെഫ്റ്റ് വിങ് മിലിറ്റൻറ്റ് ഗ്രൂപ്പുകൾ, പലതരത്തിലുള്ള ക്രൈം സിൻഡിക്കേറ്റുകൾ, അതിനെതിരായിട്ടുള്ള സ്റ്റേറ്റിൻ്റെ റിപ്രഷൻ, ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ പറയുന്ന ബ്രസീൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ റിയോ ഡി ജനീറോയിൽ വേൾഡ് കപ്പ് നടക്കുന്ന സമയം, മീഡിയ വൺ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ കപ്പാണ്. നമുക്ക് വേണ്ടി അവിടെ നിന്ന് വാർത്ത ചെയ്ത ആൾ വരെ അവിടുത്തെ സ്ലമ്മുകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവർ വശത്ത് വലിയ ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ഇങ്ങനെയുള്ള ആ ഒരു വൻ അക്രമം നടക്കുകയാണ്. സ്റ്റേഡിയം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ഭയങ്കര പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ആളുകൾ പട്ടിണിയായിരുന്നു, നിങ്ങൾ സ്റ്റേഡിയം ഉണ്ടാക്കുകയാണ്. യെസ്, ഫുട്ബോൾ തുടങ്ങുന്നതിന് മുമ്പ് വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വലിയ വൈരുദ്ധ്യം, നമ്മുടെ ലെഫ്റ്റ് ഭാഷയിൽ പറഞ്ഞ വർഗ വൈരുദ്ധ്യം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് അതിൻ്റെ പരമാവധിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ നേരത്തെ അജിംസ് പറഞ്ഞ ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സും ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സും തമ്മിലുള്ള സംഘർഷവും നിൽക്കുന്ന അവിടെ തന്നെയാണ്. ഈ വിഭാഗത്തെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം അത് വളരെ സ്ട്രോങ് ആണ്. അതിനപ്പുറത്തുള്ള ഈ പറയുന്ന റൈറ്റ് വിങ് അപ്പർ എലീറ്റ്സിന് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം നമ്മൾ സംഘർഷം അവിടെ എല്ലാ കാലത്തുണ്ട്. അപ്പോൾ അതിൽ ഈ ആഫ്രോ ബ്രസീലിയൻസിൻ്റെ പലതരത്തിലുള്ള മൂവ്മെൻറ്റുകൾ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അത് ഇൻ ബ്രോഡർ സെൻസ് ലെഫ്റ്റ് പൊളിറ്റിക്സിനെ ഇതാക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് അത്ഭുതം തോന്നുന്നൊരു ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഘട്ടത്തിൽ 1835 അവിടെ ഒരു റിവോൾട്ട് നടക്കുന്നുണ്ട് യൂബ പ്രോവിൻസിലാണ്. ആ റിവോൾട്ടിൻ്റെ പേര് ലൈലത്തുൽ ഖദർ മ്യൂട്ടിനി എന്നാണ്. അതെന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ നിന്ന് അവിടേക്ക് വന്നിട്ടുള്ള മുസ്ലിം സ്ലേവ്സ് അവർ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ് നടത്തിയിട്ടുള്ള ഒരു നമ്മൾ മലബാർ റബല്യം പോലെയുള്ള ഒരു എന്താ പറയുക സായുധ ചെറുത്തുനിൽപ്പായിരുന്നു. അത് ഈ റമദാൻ മാസത്തിൽ 27-ാം രാവിലായിരുന്നു. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ മ്യൂട്ടിനി എന്ന് അറിയപ്പെടുന്നത്. ദാറ്റ് വാസ് സപ്രസ്ഡ്. അതിൽ പങ്കെടുത്ത ഏതാണ്ട് എല്ലാവരെയും കൊന്നു കളഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. പക്ഷേ സംഭവിച്ചു വെച്ചാൽ അവിടെ ഈ ബ്രസീലിൽ പിന്നീടുണ്ടായിട്ടുള്ള ഈ സ്ലേവ് ട്രേഡുമായി ബന്ധപ്പെട്ട് സ്ലേവ് ട്രേഡിനെ നിയന്ത്രിക്കുകയോ കുറച്ചു കൊണ്ടുവരികയോ ചെയ്യുന്ന നിയമനിർമ്മാണങ്ങൾക്ക് ട്രിഗറായത് ഈ മ്യൂട്ടിനി എന്നാണ് ബ്രസീലിൻ്റെ ഈ ഒരു സ്ലേവ് ട്രേഡിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. വലിയ തോതിൽ ഇപ്പോൾ ആഫ്രിക്കൻ സ്ലേവ്സ് എന്ന് പറയുന്നത് ഈ ലലിത്തുൽ ഖദർ മ്യൂട്ടിനിയെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്ന കാര്യമുണ്ട്. ഇവരെക്കുറിച്ച് ഗവൺമെൻറ് വിചാരിച്ച് ഇവർ വെറും സ്ലേവ്സ് ഒന്നും അറിയാത്ത ആളുകളായിരുന്നു. പക്ഷെ അവരെല്ലാവരും ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, എഡ്യൂക്കേറ്റഡ് ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് സർക്കാർ തിരിച്ചറിയുന്നതാണ്. കാരണം ആഫ്രിക്കയിൽ നിന്ന് ആളുകളെ ചങ്ങലക്കിട്ട് കപ്പലിൽ ചരക്കുകൾ കുത്തി നിറച്ച് കൊണ്ടുവരുന്ന പോലെ മനുഷ്യരെ കുത്തി നിറച്ച് കൊണ്ടുവരുന്നു, അവരെ ഇവിടെ ഡീപ്പോർട്ട് ചെയ്യുന്നു. ബ്രസീലിയൻ പോർട്ടുകളിൽ അവർ ഈ ചരക്കുകൾ ഇറക്കുന്നത് പോലെ ഇറക്കുന്നു, അവരെ സ്ലേവ് അടിമച്ചന്തകളിലേക്ക് കൊണ്ടുപോകുന്നു. ആ തോട്ടം പ്ലാന്റേഷൻ നടത്തുന്ന ആളുകൾ അവർക്ക് ആവശ്യമുള്ളവരെ പൈസ കൊടുത്ത് മേടിച്ചു കൊണ്ടുപോകുന്നു. ഈ മനുഷ്യരെ വെറും യന്ത്രങ്ങളെപ്പോലെ ഉപയോഗിച്ചിരുന്ന ഒരു ഘട്ടമായിരുന്നു. അപ്പോൾ അതിൽ ഇതല്ല, ഇവർ മനുഷ്യരാണ്, ഇവർക്ക് വായിക്കാനൊക്കെ അറിയാവുന്ന മനുഷ്യരാണെന്നൊക്കെ അവിടുത്തെ ഈ എലീറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് മനസ്സിലാക്കുന്ന ഈ മ്യൂട്ടിനിക്ക് ശേഷമാണെന്നുള്ളതാണ്. അപ്പോൾ അവൻ ഇങ്ങനത്തെ നിരവധി സമരങ്ങളുടെയും കലാപങ്ങളുടെയും വലിയ സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റുകളുടെയും ദീർഘമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ചരിത്രമുണ്ട്. അപ്പോൾ അത് ബ്രസീലിയൻ പൊളിറ്റിക്സിൽ അതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ളത് ഞാൻ പറഞ്ഞ പ്രൊട്ടസ്റ്റ് എന്നല്ല, ആ ഒരു പൊളിറ്റിക്കൽ കറണ്ടിൻ്റെ ഇപ്പോഴത്തെ പ്രതിനിധി എന്നുള്ള ആൾക്കാർ നമ്മൾ ലുല ഡി സിൽവയെ കാണുന്നത്. ബ്രസീലിയൻ പൊളിറ്റിക്സിൽ അതുണ്ട്. പിന്നെ വലിയൊരു രാജ്യമാണ് ഇൻ സൈസ് ആൻഡ് ഇൻ ഡെമോഗ്രഫി. 22 കോടിയോളം അവിടുത്തെ ജനസംഖ്യയുണ്ട്. അത് ആ പ്രൊട്ടസ്റ്റുകളൊക്കെ ഈ ഫുട്ബോളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ 80-കളിലൊക്കെ പട്ടാള അട്ടിമറിക്കെതിരെ
ഇപ്പോൾ സോക്രട്ടീസ് എന്ന് പറഞ്ഞ താരത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ കൊറിന്ത്യൻസ് ഡെമോക്രസി എന്നൊക്കെ പേരിലൊരു വിപ്ലവമൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് കുറെ കൂടി വോക്കലാണ് ബ്രസീൽ കളിക്കാർ, ഈ അർജന്റീനക്കാരെ പോലെയല്ല. അർജന്റീനക്കാർ വളരെ മിതത്വം പാലിക്കുകയും ഇപ്പം മെസ്സിയോടൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ ആ വഴിക്ക് ഓടും, രാഷ്ട്രീയം ചോദിച്ചാൽ അത് ഓടും. പക്ഷേ ബ്രസീലുകാർ അങ്ങനെയല്ല, ഒട്ടുമിക്ക കളിക്കാരും കുറെ കൂടി വോക്കലായിരുന്നു രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഈ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഇപ്പോൾ അർജൻറ്റീനയെ കുറിച്ച് പറയുമ്പോൾ സുഹൈൽ ഫലസ്തീൻ ഇസ്രായേൽ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ബ്രസീൽ എന്ന് പറഞ്ഞാൽ ലോകവേദികളിൽ ഇപ്പോഴത്തെ ഫലസ്തീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംബാസഡർ വോക്കൽ സപ്പോർട്ടറാണ്. അംബാസഡർ എന്ന് മാത്രമല്ല, ഈ ഫലസ്തീൻ മൂവ്മെൻറ്റുകളുടെ എല്ലാം ഫുട് പ്രിൻ്റ് ബ്രസീലുണ്ട്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പലസ്റ്റൈൻ കാർട്ടൂണിസ്റ്റ്, പലസ്തീന് വേണ്ടി കാർട്ടൂൺ വരയ്ക്കുന്ന ലുത്ഫി എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധേയമായ അയാൾ ബ്രസീൽ ബേസ്ഡ് ആണ്. ഈ ഹമാസ് അടക്കമുള്ള സംഘടനകൾ, അവരുടെ പലതരം ഓഫ് ഷൂട്ടുകളുണ്ടല്ലോ, അതിനെല്ലാം ബ്രസീൽ ഓഫീസുകളും സംവിധാനങ്ങളുണ്ട്, അവരവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മൊത്തം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഏതാണ്ട് എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ബ്രസീലാണ്. ഓൾമോസ്റ്റ് ഇപ്പം എൽസാൽവഡോറിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് നായിബ് ബുക്കാല, അയാളൊരു പലസ്തീനിയാണ്. പലർക്കും അറിയില്ല, പലസ്തീനിൽ നിന്ന് കുടിയേറിയ ഒരു പള്ളി ഇമാമിൻ്റെ മകനാണ് ഈ നായിബ് ബുക്കാല എന്ന് പറയുന്ന ആൾ. ഈ നിലക്കുള്ള പലസ്തീൻ ഡയസ്പൊറ എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുണ്ട്. അതിലേറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ബ്രസീൽ. അങ്ങനെ നോക്കുമ്പോൾ അർജന്റീനയുടെ നേരെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാജ്യം തന്നെ. പക്ഷേ അത് ഏത് സമയം മാറാം കേട്ടോ. ഇപ്പം പറയുന്നത് ലുലാ ഡി സിൽവ ഇതെത്രത്തോളം സ്ട്രോങ് ഈ പൊളിറ്റിക്സ് ഇവിടെയും മാറും, അർജന്റീനയും മാറും. അർജന്റീന ഇയാൾ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതെ അവരൊരു ഈക്വൽ ഡിസ്റ്റൻസിൽ അവിടെ ഒരു ജൂത ഡയസ്പോറ എന്ന് പറഞ്ഞ പോലെ ബ്രസീലിലൊരു ഫലസ്തീൻ സംഭവങ്ങളുണ്ട് എന്ന് പറയാം. അല്ല, ഈ ജൂത ഡയസ്പോറ ഉള്ളതും മുസ്ലിം ഡയസ്പോറ ഉള്ളതുകൊണ്ടല്ല, അത് രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരു ചെറിയൊരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് കരുതി അവരുടെ ഒരു വിദേശ നയത്തെ സ്വാധീനിക്കുന്നില്ല. അർജന്റീനയിൽ ഇപ്പോൾ ജ്യൂസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടല്ല അവരിപ്പോൾ ഇസ്രായേലിനെ തുടങ്ങുന്നത്. അവിടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇതാട്ടോ ഈ പറയുന്ന വ്യക്തിപരമായ രാഷ്ട്രീയമാണ്. ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം ഈക്വൽ ഡിസ്റ്റൻസിൽ നിൽക്കുക. ഇപ്പോൾ UN വന്നിട്ടുള്ള പല പ്രമേയങ്ങളോടും അർജന്റീന എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രസീൽ ജെയർ ബോൾസനാരോ വരുവാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ബ്രസീലിൻ്റെ നിലപാടൊക്കെ ചിലപ്പോൾ അന്താരാഷ്ട്രീയത്തിൽ മാറും, അത്രയേ ഉള്ളൂ. അല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിദേശ നയമല്ല ഫലസ്തീൻ വിഷയത്തിൽ രണ്ട് രാജ്യങ്ങൾക്കുള്ളൂ. ഈ വിദേശ നയത്തിലാണെങ്കിലും ഈ സാമ്പത്തിക നയത്തിലാണെങ്കിലും എക്സ്ട്രീം പോൾസിൽ നിൽക്കുക, അത്തരം പൊസിഷൻസ് എടുക്കുക എന്നുള്ളത് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളും നമുക്ക് ഒരേപോലെ കാണാൻ പറ്റും. അതുണ്ടാക്കുന്ന പലതരം കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആ രണ്ട് രാജ്യങ്ങൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. പെട്ടെന്ന് എക്കണോമി മൊത്തം കൊലാപ്സ് ആകുക, ഇത് രണ്ട് രാജ്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ മഞ്ഞക്കുപ്പായം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് മറ്റൊരു രാജ്യത്തും നടക്കാത്തൊരു സംഭവമാണ്. പല ഘട്ടത്തിലും ഈ ഇടതുപക്ഷ സമീപനമുള്ള സ്വീകരിക്കുന്ന ആളുകൾ ആ ജേഴ്സി ഒഴിവാക്കുകയും അതിനോട് ഇനി നമുക്ക് സ്വീകരിക്കേണ്ട എന്ന നിലപാടുകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് ലുല വന്നതിന് ശേഷമാണ് നമുക്ക് അവർ ബോധപൂർവം അവരുടെ റാലികളിലും ഇത് ഉപയോഗിക്കുകയും അതേപോലെ തന്നെ ഈ ഫുട്ബോളിൽ അതിൻ്റെ ഒരു നിറമായി ഇതിനെ മാറ്റണം എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും ആ തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ മഞ്ഞക്കുപ്പായം തിരിച്ചു പിടിക്കാൻ ലുലക്ക് സാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ? മഞ്ഞക്കുപ്പായത്തെക്കാൾ അതിന് വേറൊരു അണ്ടർ കറണ്ട് ഉണ്ട്. ഈ ലുല ഡി സിൽവയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ സ്ലമ്മിലുള്ള ആളുകളെയാണ് അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ വെനസ്വേല നമ്മൾ കണ്ടല്ലോ, വെനസ്വേല ഊഗോ ഷാവേസ് പലതരത്തിലുള്ള വെൽഫെയർ സ്കീംസ് കൊണ്ടുവന്നു. അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് കൂടെ നിന്നു. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ലെഫ്റ്റ് പൊളിറ്റിക്സ് പറയുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും? അഴിമതിയായിരിക്കും. ഇപ്പോൾ ലുലയുടെ പാർട്ടി തന്നെ എത്ര തവണ അഴിമതി, ലുല ജയിലിൽ കിടന്ന ആളാണ് അഴിമതി കേസിൽ. അപ്പോൾ ഒരു വശത്ത് ഇവർ ഈ എലീറ്റ് എന്ത് ചെയ്യും, അഴിമതി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഈ അഴിമതി എന്ന് പറയുന്ന ഫ്രേസ് ഒരേ കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ഒരേ ടൈപ്പ് ആളുകൾക്കെതിരെയാണ് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്ന ഒരേ ടൈപ്പ് ആളുകൾക്കെതിരെയാണ്. അത് പാവങ്ങളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരൊക്കെ അഴിമതിക്കാർ. അതിപ്പോൾ മായാവതി ആവട്ടെ, അരവിന്ദ് കെജ്രിവാൾ ആവട്ടെ, അങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് പ്രശ്നം. അത് ഒരു നാഷണൽ പ്രൈഡ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളതും ഈ സ്ലംസിലാണ്. എലീറ്റ് അല്ല അത് കളിക്കുന്നത്. ബ്രസീലിൽ എലീറ്റിൻ്റെ കളിയല്ല ഫുട്ബോൾ, അവിടുത്തെ സ്ലമ്മിൽ പണ്ട് കിട്ടിയുള്ള ആളുകളാണ്. അർജന്റീനയിലെ തെരുവിലാണ് അതുണ്ടാകുന്നത്. നൈബർഹുഡ് ഫുട്ബോൾ ക്ലബ്ബുകളാണ് അവിടെ ഈ ഫുട്ബോളിനെ ഇത്രയും പോപ്പുലറൈസ് ചെയ്തത്. ഏതായിരുന്നാലും ബ്രസീലിൻ്റെ രാഷ്ട്രീയം, ചരിത്രം ഒക്കെയാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി ഓഫ് സൈഡിൽ മറ്റൊരു രാജ്യത്തിൻ്റെ കഥയുമായി, പൊളിറ്റിക്സുമായി വീണ്ടും കാണാം. താങ്ക് യു.